ജോർജി പറഞ്ഞു തുടങ്ങാം അല്ലേ? നമ്മള് അടൂർജി ഇവിടെ ഒന്ന് സ്ലിപ്പ് ചെയ്തു. അതിന്റെ ഒരു ബുദ്ധിമുട്ടിപ്പോ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളിങ്ങനെ കാണേണ്ടി വന്നിരിക്കുന്നത്. കാഴ്ചയുടെ സുവിശേഷം വാസ്തവത്തിലെ മലയാള ഭാഷയിലെ സാഹിത്യത്തിലും ഒരു അസാധാരണമായ അനുഭവമാണെന്ന് പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കറിയാം. 52 ലക്കങ്ങളായി ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ലോക സിനിമയിലൂടെയുള്ള സഞ്ചാരമായി അതാണ് ഇപ്പൊ പുസ്തകമാക്കി വന്നിട്ടുള്ളത്. അപ്പൊ അതില് നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആമുഖമൊന്നും അധികം പറയുന്നില്ല. അതിലെ അടൂർജിയുടെ സിനിമയുടെ 3 സ്വാധീനങ്ങൾ എന്ന് പറയാവുന്നത്: ഒന്ന്, അദ്ദേഹത്തിന്റെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം; 2, നമ്മുടെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം കൈവരിച്ച ഒരു പരിചയ സമ്പത്ത്; 3, അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു നാടക ബോധവും നാടകത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളുമാണ്. ഈ 3 കാര്യങ്ങൾ തീർച്ചയായും അടൂർജിയുടെ സിനിമയെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഈ കാഴ്ചയുടെ സുവിശേഷം പക്ഷെ ആ സ്വാധീനത്തെ പറ്റി ഏറെ പറയുന്നില്ല എങ്കിലും. അപ്പോ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ നമുക്കൊരു ചെറിയ അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഈ സിനിമയെ പറ്റിയും അടൂരിന്റെ സിനിമാ ജീവിതത്തെ പറ്റിയും ഒക്കെ എനിക്ക് തോന്നുന്നു ഇന്ററാക്ഷൻ ആയിരിക്കും നല്ലത്. അദ്ദേഹം സംഘമായിട്ടൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം തീർച്ചയായിട്ടും മറുപടി നൽകും. നമുക്ക് അങ്ങനെ ആക്കാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാന് ഈ സെഷനിൽ സംസാരിക്കുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ പുസ്തകം എഴുതാൻ കാരണക്കാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസ് പനച്ചിപ്പുറം. ഇദ്ദേഹം ഭാഷാഭൂഷണിയുടെ പത്രാധിപ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന അവസരത്തിൽ എന്നോട് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ വളരെ പഴയ സ്നേഹിതരാണ് കേട്ടോ. അപ്പൊ ആ ഒരു സ്നേഹബന്ധം കൊണ്ടായിരിക്കണം അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഒരു ആത്മകഥ എഴുതിക്കൂടായിരുന്നു, അതെ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ വളരെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അത് ആത്മകഥയോടുകൂടി എനിക്ക് എന്റെ പത്രാധിപത്യത്തിലുള്ള ഭാഷാഭൂഷണിയുടെ കത്തുകൾ ആരംഭിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ജോസെ, ആത്മകഥ എഴുതുന്നത് ഒരുമാതിരി എന്നെ പറ്റി ഒരുമാതിരി കേരളത്തിൽ വായിക്കുന്നവർക്കെല്ലാം പ്രത്യേകിച്ച് അറിയാം. ഞാനിനി പുതിയ ആത്മകഥ എന്താ എഴുതാനാണ്? ഞാൻ എന്റെ സിനിമ ആത്മകഥ എഴുതാം. കാരണം എന്റെ പ്രധാനമായ ജീവിതം എന്ന് പറയുന്നത് സിനിമയിലാണ്. ഞാൻ കൊടുത്ത ജീവിതവും ഞാൻ എടുത്ത ജീവിതവും സിനിമയിലാണ്. അതുകൊണ്ട് എന്റെ ഒരു സാമാന്യം ദീർഘമെന്ന് പറയാവുന്ന ഒരു കാലഘട്ടം 1962 ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്, പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ ആരംഭിച്ച സമയം മുതൽ 150 ചില്ലുവാനം വർഷം, 60 ചില്ലുവാനം വർഷം, ഈ 60-ലധികം വർഷങ്ങള് എന്റെ അനുഭവങ്ങള് എന്നെ ശരിക്കും സിനിമ എന്ന് പറയുന്ന മാധ്യമം ഞാൻ കണ്ടും വായിച്ചും പഠിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സിനിമ എല്ലാവർക്കും അറിയാവുന്നതിന് പോലെ 1895 ആദ്യമായിട്ട് സിനിമ എന്ന് പേര് വിളിക്കാവുന്ന ഒരു സംഗതി ജൂനിയർ സഹോദരന്മാർ ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നത്. അടുത്ത് അവർ ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോ അതിന്റെ നെഗറ്റീവ് ഫിലിം മറ്റും ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ അവർ നടത്തിയ കുറേശ്ശെ പരീക്ഷണങ്ങളിലെ ഫലമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സിനിമയെന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന സിനിമയെന്ന് പറയുന്നത് നിരന്തരമായി ഓരോ നിശ്ചല ചിത്രങ്ങളാണ്. ഈ നിശ്ചല ചിത്രങ്ങളിലെ ഓരോന്നും ഒരു ചെറിയ ഇടവ് വിട്ടിട്ടായിരിക്കും അതിന്റെ രേഖപ്പെടുത്തുന്നത്. ഇത് ഒരു ചലനം ലഭിക്കുന്നത് ഈ നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ ആ റെറ്റിനയില് ആ ഇമേജ് കിടക്കും. ആ ഇമേജ് മാറുന്നതിന് മുമ്പ് അടുത്ത ഇമേജ് വേണം. അതിനുള്ള വഴിയാണ് സിനിമയിൽ ഉണ്ടാക്കിയത്. ഈ സ്റ്റിൽ ചിത്രങ്ങൾ, നിശ്ചല ചിത്രങ്ങൾ അങ്ങനെ പ്രത്യേകമായിട്ട് വെച്ച്
ഒരു ചിത്രത്തിൽ ചിത്രത്തിലേക്ക് മാറുന്ന ഭാഗം നൊടിയിടയിൽ ഇത് മാറ്റും. അപ്പൊ ഇത് മാറ്റിയത് അറിയുന്നില്ല, പക്ഷെ അതിന്റെ ചലനം പോലെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. സിനിമ എന്ന് പറയുന്ന മാധ്യമം വളരെ വളരെ രസമുള്ളൊരു മാധ്യമമാണ്. കാരണം ഇത് തുടങ്ങുന്ന കാലത്ത്, അതായത് നൂറ്റാണ്ടുകളും ആയിരം കൊല്ലങ്ങളും ഒക്കെ ചലനം രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതിരൂപം അതുപോലെ ഉണ്ടാക്കുക എന്നുള്ള ശ്രമം മനുഷ്യരാശി മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം വരച്ചുണ്ടാക്കാൻ നോക്കിയ ഒരാളുടെ അതിന്റെ മുഖശായി അതുപോലെ വരച്ച് അതിന് ചിത്രമുള്ള ചുറ്റുമുള്ള സ്ഥലവും എല്ലാം കൂടെ ചേർത്തൊക്കെ പല രീതിയിൽ ഫോട്ടോഗ്രാഫുകൾ എടുക്കാൻ നോക്കി. അതിൽ ഏതാണ്ട് അടുത്ത് വരെ വന്നു, യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുക്കുന്നത് വരെ വന്നു ഈ സ്ഥലം. പക്ഷെ അതിനുശേഷമാണ് ഒരു 200 വർഷം മുമ്പ് ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചപ്പോൾ ഈ വരയ്ക്കേണ്ട ആവശ്യമില്ലാതായി. വേണ്ടതെല്ലാം കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കാൻ സാധിക്കും. ഈ ഫോട്ടോഗ്രാഫുകളെയാണ് പിന്നീട് അത് കണ്ടുപിടിച്ചുകൂടിയാണ് പിന്നുണ്ടായ ആശയമാണ് നമുക്കിത് തുടർച്ചയായി ഈ ഫോട്ടോഗ്രാഫുകൾ വെച്ചിട്ട് ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചല ചിത്രങ്ങള് ഓരോ ഫ്രെയിം നോക്കിയാൽ അറിയാം തുടർച്ചയായിട്ടുള്ള ഓരോ നിശ്ചല ചിത്രങ്ങൾ അത് ചേർത്ത് ഓടിച്ച് ചലനം നമ്മുടെ മനസ്സിലും നമ്മുടെ അനുഭവത്തിലും കൊണ്ടുവരും. ഇതാണ് സിനിമയുടെ ശരിക്കും പറഞ്ഞാലുള്ള അതിന്റെ തുടക്കം. അവിടെ നിന്ന് സിനിമ ധാരാളം സ്വാധീനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വളർച്ചത്. ആദ്യം ആളുകൾ കരുതിയത് സിനിമയിൽ ശബ്ദമൊക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ കരുതിയത് ഈ സിനിമ മറ്റ് കലാരൂപങ്ങളുടെ, പ്രത്യേകിച്ച് നാടകത്തിന്റെ കോപ്പി എടുക്കാൻ കൊള്ളാം. നാടകത്തിൽ സംസാരിക്കുന്നതൊന്നും ക്രിക്കടിയാനുള്ള വശമൊന്നുമില്ല, സൈലന്റായിട്ടാണ്, മുഖമാണ് ചിത്രങ്ങൾ. അപ്പോഴവർ ചെയ്തത് കാർഡ് എഴുതി കാണിച്ചു. അവർ തമ്മിൽ എന്ത് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് കാർഡ് എഴുതി കാണിച്ചു. അതാണ് ഒരു സ്റ്റേജ്. ആ ഒരു സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചാപ്ലിൻ ലോകം എല്ലാ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും പ്രായവരോട് ചോദിച്ചാലും എല്ലാവരും ആസ്വദിക്കുന്ന ലോകം മുഴുവനും കീഴടക്കിയ ഒരു വലിയ മഹാനായിട്ടുള്ള ഒരു ജീനസ് ആയിരുന്നു ചാപ്ലിൻ. ചാപ്ലിന്റെ ചിത്രങ്ങള്, മഹത്തായ ചിത്രങ്ങൾ മുഴുവനും ഈ ഘട്ടത്തിൽ ഉണ്ടായതാണ്. പിന്നീട് 1927 സിനിമയിലേക്ക് ശബ്ദം വന്നിട്ടും ഇദ്ദേഹം പെർഫെക്ഷനിലേക്ക് കൊണ്ടുവന്ന ഒരു കലാരൂപമായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം തന്നെ. അതുകൊണ്ട് അദ്ദേഹം ശബ്ദത്തിലേക്ക് മാറാൻ കുറച്ച് സമയം എടുത്തു. 7-8 വർഷം കഴിഞ്ഞാണ്, ലോകം മുഴുവനും മാറിക്കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചാപ്ലിൻ പിന്നീട് ശബ്ദമുള്ള ഒരു സിനിമ എടുക്കുന്നത്. അപ്പൊ ആ സിനിമ നമ്മൾ പഠിക്കുമ്പോൾ സിനിമയെ പറ്റി ഈ മാധ്യമത്തെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചയുടെ അനുഭവങ്ങൾ. ഇതിനകത്ത് മറ്റു സൗകര്യങ്ങളൊന്നുമില്ല, നിറങ്ങളില്ല, ചലനമില്ല, പ്രത്യേകിച്ച് എഡിറ്റിങ്ങിന്റെ പ്രത്യേകതകളൊന്നുമില്ല. കാരണം ചാപ്ലിന് നേരെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിലൂടെ അങ്ങ് അഭിനയിക്കായിരുന്നു ഈ രസങ്ങളെല്ലാം. അതിനോട് കോപ്പി ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു. സിനിമ എന്ന് പറയുന്നത് അതേ സമയത്ത് പ്രേക്ഷയായിട്ടൊരു കലാരൂപമായിട്ട് മാറുകയാണ്. കാരണം ധാരാളം കലാകാരന്മാർ ഇതിലേക്ക് പ്രവർത്തിക്കേണ്ടത്. ഒരു സമയം യൂറോപ്പിലൊക്കെയുള്ള വലിയ ചിത്രകാരന്മാരൊക്കെ സിനിമയെ അവരുടെ ഈ പല സ്ഥലത്തും അവരുടെ സിനിമയുടെ പ്രദർശനങ്ങളോടൊപ്പം അവരും കൂടി നിന്നിട്ടുള്ള മൂവികൾ എടുത്തു കാണിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മറ്റ് കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് ചിത്രകല ഏതെല്ലാം സ്വാധീനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ അതെല്ലാം സിനിമയിൽ പരിശോധിച്ചു. പല നാടകങ്ങളും സിനിമയിൽ കോപ്പി ചെയ്തു. ഇങ്ങനെ വന്നിട്ട് ഒരു ദശാബ്ദങ്ങൾ തന്നെ കഴിയുമ്പോഴത്തേക്കും സിനിമയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഊർജ സ്രോതസ്സുകളെല്ലാം മാറ്റി നിർത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അത് ഒറ്റയാനായിട്ട് മാറി. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന സിനിമ ഒരുപാട് രൂപാന്തരങ്ങൾ വളരെ ചെറിയൊരു കാലഘട്ടം കൊണ്ട് 126 വർഷം കൊണ്ട് വലിയ പരിവർത്തനങ്ങൾ വന്ന് ഒരു വളരെ ഉന്നതമായിട്ടുള്ള, പക്ഷേ മറ്റൊരു കലയ്ക്കും എത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് കഴിഞ്ഞ ഒരു കലയായിട്ട് മാറുക. അപ്പൊ ഈ പരിവർത്തനങ്ങളും ഈ വളർച്ചയും എല്ലാം ശരിക്കും എന്നിലുള്ള വിദ്യാർത്ഥിയെ എങ്ങനെ സ്വാധീനിച്ചു, ഏതൊക്കെ സിനിമകളാണ് എന്നെ
ജീവിതത്തെ സൂക്ഷ്മമായിട്ട് നോക്കാൻ കാണാൻ ഒക്കെ പഠിപ്പിച്ചത്. ഏതൊക്കെ സിനിമ കണ്ടിട്ടാണ് ഞാൻ എന്റെ ഹൃദയത്തിലെ രംഗങ്ങൾ പോലും പതിഞ്ഞത്. ഇതിന്റെ ഒന്നും അനുകരണമല്ല, മറിച്ച് എന്റെ സിനിമകളിൽ കൂടി ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് സ്വന്തമായിട്ടുള്ള ഭാഷയും സ്വന്തമായിട്ടുള്ള സമീപനവും സ്വന്തം അനുഭവങ്ങളും ഒക്കെ എടുക്കുകയാണ്. അതിനെ സിനിമയുടെ ഭാഷ ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് അവരുമായിട്ട് പങ്കിടുക എന്നുള്ള ഒരു യാത്രയെ പറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയത്. അപ്പൊ എഴുതിയപ്പോ ഈ ഏതെങ്കിലും ഒരു പ്രത്യേക സിനിമ എന്നെ സ്വാധീനിച്ചതിനെ പറ്റിയല്ല, പക്ഷെ ഈ സിനിമകളെല്ലാം ചേർന്ന് ഉണ്ടാക്കിയ സ്വാധീനത്തെ പറ്റിയാണ് ഈ കൃതിയിലെ 4.5 വർഷം, ശരിക്കും പറഞ്ഞാൽ 4.5 വർഷം. നിങ്ങൾക്കറിയാവുന്ന പോലെ ഭാഷാഭൂഷണി ഒരു മന്ത്ലി മാസത്തോറും വരുന്ന പ്രസിദ്ധീകരണമാണ്. ഈ ആദ്യകാലത്ത് ഞാൻ വളരെ ചുരുക്കത്തിൽ എഴുതി ഉള്ള കാര്യം സത്യം പറയാൻ വളരെ ചുരുക്കിയാണ് എഴുതിയത്. അപ്പോൾ റോസ് പറഞ്ഞു, അയ്യോ പിന്നെ ഇത് ഇത്രയും ചുരുക്കി എഴുതാൻ പറ്റത്തില്ല, ഒന്നുകൂടെ വിശദമായിട്ട് എഴുതണം എന്താ. അങ്ങനെ ഞാൻ വിശദമായിട്ട് എഴുതാൻ പോകും. നിങ്ങൾ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, കാലം കഴിയുന്നതോറും ഇതിന്റെ വിശദം വളരെ കൂടുന്നുണ്ട്. കൂടി ചിലപ്പോൾ ഒരു ലക്കത്തിൽ നിൽക്കാത്ത രീതിയിൽ ആൻസർ ചിലപ്പോൾ പോകും, 2 ലക്കത്തിലേക്ക് പടർന്നു പോകും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റി ഏറ്റവും കൂടുതൽ എഴുതുന്നുണ്ട്. ചാപ്ലിൻ പറ്റി തന്നെ 1-ലധികം അധ്യായങ്ങൾ. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മളെ പിന്നെ പ്രകടിപ്പിച്ച ഒരു വലിയ തരച്ചിലുകാരനായിരുന്നു. ഇംഗ്ലീഷുകാരനാണ്. പിന്നെ ചാപ്ലിനെ പോലെ തന്നെ പെട്ടെന്ന് പേര് വന്നില്ല. അദ്ദേഹത്തിന്റെ വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നു. പിന്നെ ഇത് കടന്നുപോയിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ന്യൂ റിയലിസം, പിന്നെ അതുപോലെ തന്നെ ന്യൂ വേവ് തുടങ്ങി ഒരുപാട് പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് പരിശോധിച്ചാല് ഇന്ത്യയിൽ ഏറ്റവും അവസാനം വന്നതാണ് ഈ ഓരോ പ്രസ്ഥാനങ്ങളും. ഒടുവിലും എല്ലായിടവും പോയി കറങ്ങിത്തിരിഞ്ഞാണ് ഇന്ത്യ വരുന്നത്. ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് സിനിമ തുടങ്ങിയത് മുതൽ ഞാൻ സിനിമകൾ കാണാൻ തുടങ്ങിയ കാലത്ത് വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ സിനിമ കണ്ട ഓർമ്മകൾ മുതൽ 50കളുടെ അവസാനം വരെയുള്ള ഒരു കാലഘട്ടമാണ്. അതായത് ഏറ്റവും അവസാനം അറിയുന്നത് ഹിരോഷിമ മോൺ അമോർ എന്ന് പറയുന്ന ഫ്രഞ്ച് സിനിമയാണ്. 1959 എടുത്ത സിനിമയാണ്. ഈ സിനിമ വരെയുള്ള ഒരു കാലഘട്ടമാണ്. ശരിക്കും രണ്ടാമതൊരു ഈ പുസ്തകത്തിന് 2ാം വോള്യം വരുന്നുണ്ട്. അത് 60കളിലെ സിനിമയിലേക്കാണ്. അപ്പൊ ഈ 2 വെച്ച് ഞാൻ നിർത്തും. പിന്നെ ഞാൻ തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ എന്റെ സിനിമകളെ പറ്റി മാത്രം എഴുതുന്നതാണ്, അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷേ 2ാം വോള്യം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് പുസ്തകരൂപത്തില് മനോരമ തന്നെ അത് സ്വീകരിക്കും. ഈ വോള്യത്തിന്, ഈ ആദ്യത്തെ ഈ വാല്യത്തിന് സിനിമയുടെ ആദ്യത്തിന് വളരെ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള സ്ഥിരീകരണം ഈ പുസ്തകത്തിന് കിട്ടി എന്നുള്ളത് എനിക്ക് വളരെ ചാരിതാർത്ഥ്യം തരുന്നു. മനോരമയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ആ പുസ്തകം ഡിസൈൻ ചെയ്ത് നല്ല കവറും ഉള്ളിൽ നിറയെ ചിത്രങ്ങളും ഒക്കെ ആയിട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. ശരിക്കും ആ പുസ്തകം കയ്യിൽ കിട്ടിയവരാരും അത് വേറെ ആളെക്കൂടെ തൊടിയിക്കില്ല. ആ മാതിരി ഒരു മനോഹരമായ പ്രിന്റിങ്ങും പ്രസന്റേഷനുമാണ് പുസ്തകത്തിന്റെ. ഞാൻ ഒരുപാട് സംസാരിച്ചു തോന്നി. നമുക്ക് എത്ര മിനിറ്റ് കൂടെ ചോദ്യം ചോദിക്കാൻ കൊടുക്കാം? 5 മിനിറ്റ് കൂടി നമുക്ക് അദ്ദേഹം സംസാരിക്കും. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തീരാവുന്ന ചോദ്യമാണ്. നമസ്കാരം സാർ, ഞാൻ കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്. രജിൻ എന്നാണ് പേര്. കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്.
അപ്പൊ ഞാൻ സാറുടെ സിനിമകളൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത് മതിലുകൾ, വിജയം മുതലുള്ള സിനിമകളാണ്. പക്ഷെ നമ്മള് ഒരു അഭിനയ പ്രേമി എന്ന നിലയിൽ സിനിമകള് സസൂക്ഷ്മം കാണുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് തോന്നിയിട്ടുള്ളത് അധികം ബഹളമയമില്ലാത്ത സിനിമകളാണ്. അധികം ബഹളമയങ്ങളൊന്നും ഇല്ലാത്ത സിനിമകളാണ്. ഒരു നിശബ്ദതയ്ക്ക് ഒരു വല്ലാത്തൊരു സൗന്ദര്യം സാറുടെ സിനിമകളുണ്ട്. ഇങ്ങനെ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ സാറിന് സംശയങ്ങൾ ഉണ്ടാവില്ലേ? ഇത് പ്രേക്ഷകർ സ്വീകരിക്കോ? അല്ലെങ്കിൽ അവാർഡുകൾ സാറിന് ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിലും അപ്പൊ സിനിമ പ്രതിസന്ധിയിലാവില്ല. കാരണം ടെക്നോളജി അധികം വികസിക്കാത്ത കാലത്തല്ലേ സാർ സിനിമകൾ ചെയ്യുന്നത്. അപ്പൊ സാറിന് മനസ്സിൽ അങ്ങനെ ഒരു ആശങ്കകൾ ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെ സിനിമകൾ വിജയിക്കാതെ പോയി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ബാധ്യത തരില്ല എന്നുള്ള ഒരു ആശങ്കകൾ സാറിന് അലട്ടിയിരുന്നു എന്നാണ് ചോദ്യം. ഉണ്ട്. കാരണം എനിക്ക് ഓരോ സിനിമ ചെയ്യുമ്പോഴും അതിന് മുമ്പുള്ള ഇടയ്ക്ക് ഒരുപാട് കാലഘട്ടമുണ്ട്. ഒരു ലോങ് ഇന്റർവെല്ലുണ്ട് 10 പടങ്ങൾ തമ്മിൽ. അതിന്റെ കാരണം എനിക്ക് പല ആശയങ്ങളും എന്റെ മനസ്സിൽ വരും. ഉടനെ തന്നെ അതിനെപ്പറ്റി ഒരു സിനിമ എടുക്കുകയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിർമ്മാതാക്കളൊക്കെ വന്നിട്ട് പടം എടുക്കാമെന്ന് പറയും. പണം അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ സിനിമ എടുക്കാൻ തുടങ്ങുകയില്ല. ഇന്ത്യയിൽ തന്നെയുള്ള നാഷണൽ ലെവലിൽ തന്നെ പലരും സമീപിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആശയമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പിൻവാങ്ങിയിട്ടുണ്ട്. കാരണം പല ആശയങ്ങളും ഉറക്കത്തിൽ പോലും ചിലപ്പോൾ നല്ല രസമായ ചില സ്വപ്നങ്ങൾ കണ്ടു ഉണരും. അപ്പൊ തോന്നുന്നു കൊള്ളാമല്ലോ എന്നൊരു സിനിമയ്ക്ക് കൊള്ളാമെന്നത് നന്നായിരിക്കുന്നു. പക്ഷെ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ പോരാ, അതങ്ങ് കളയും. അങ്ങനെ ഒരുപാട് സംഗതികൾ എൻ്റെ ഒരു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മനുഷ്യരുമായിട്ട് ഇടപഴകിയാണ് ജീവിക്കുന്നത്. ഞാനൊരു മാറിയൊരു സെക്യൂർഡ് ആയിട്ട് കഴിയുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് ഒക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് പലപ്പോഴും. ഉദാഹരണം പറഞ്ഞാല് എലിപ്പത്തായം പോലെ എലിപ്പത്തായം പോലെ ഒരു സിനിമ എടുക്കുന്ന കാരണം എന്താണ്? വളരെ സിമ്പിളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ പരിതസ്ഥിതികളോട് നമ്മൾ നേരിടുന്ന അവസ്ഥകളോട് സ്വാഭാവിക രീതിയിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതൊരു അനുഭവമാണ്. നമുക്കറിയാം, പിന്നെ പല സംഭവങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. പലതും എന്താണ് പലതും നമ്മൾ പ്രതികരിക്കാത്തത് എന്താണ്? നമുക്ക് അവയർനെസ് ഉണ്ട്, കാര്യങ്ങൾ അറിയാം. ചിലപ്പോൾ ഒരാളിനോട് പറഞ്ഞേക്കും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല. ഈ ചോദ്യം ഞാൻ നിരന്തരമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ട് അങ്ങനെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു അവനവനെ പറ്റി മാത്രം ചിന്തിച്ച് അവനവന്റെ അതായത് മനുഷ്യന് പറയല്ലോ വെജിറ്റേറ്റീവ് എക്സിസ്റ്റൻസ്, ഒരു സത്യം പോലെ ജീവിക്കുക എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഓരോരുത്തരും മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് എളുപ്പത്തായത്. അതിൽ അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കുടുംബമുണ്ട്, അയാളുടെ സഹോദരിമാരും അയാളുമാണ്. അയാൾ ഒരിക്കലും അയാളുടെ സങ്കടങ്ങളെ പറ്റി, അയാളുടെ പ്രയാസങ്ങളെ പറ്റി, അയാളുടെ ഭയങ്ങളെ പറ്റി എതിരുമായിട്ട് ഒരിക്കലും ഒരു പങ്കിടലില്ല. എന്ന് മാത്രമല്ല, പങ്കിടൽ പല നിലകളിൽ അതിനകത്ത് വരുന്നുണ്ട്, ഇല്ല എന്നുള്ളത്. കാരണം കുറച്ച് പ്രോപ്പർട്ടി എല്ലാം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം വെച്ച് കല്യാണം കഴിക്കാത്ത കുട്ടിക്ക് ഒരു എക്സ്ട്രാ ഇതായിട്ട് വരുന്ന വരന് കൊടുക്കാം എന്ന് വരുമ്പോൾ ആലോചന തന്നെ വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെ സംസ്കരിക്കപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കും. അപ്പൊ അതിൽ ആ ആശയത്തിൽ നിന്നാണ് എന്തുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരണത്തിൽ കൂടെയാണ്, നമ്മൾ കരണത്തിൽ കൂടെയും പ്രതികരണത്തിൽ കൂടെയാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതില്ലാതായി കഴിഞ്ഞാൽ അത് ആരുടെ സ്വത്തും ചോദ്യം ചെയ്യേണ്ട അവസ്ഥയാണ്. അതിനെപ്പറ്റിയാണ് അത് സിനിമ. അപ്പൊ അങ്ങനെ ഇത് ആളുകൾ കാണുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഒരിക്കലും സംശയിച്ചിട്ടില്ല. കേരളത്തിലെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഈ പടം കണ്ടാൽ ഇഷ്ടപ്പെടും എന്നെനിക്ക് ഞാൻ കൃത്യമായിട്ട് വിശ്വസിച്ചു. എന്ന് മാത്രമല്ല, മലയാളികളാണ് കൂടുതൽ ഇഷ്ടപ്പെടാവുന്ന ഈ സിനിമ. കാരണം കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് അത് പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് അതിലെ കഥാപാത്രങ്ങളെ എല്ലാവരെയും ജനങ്ങൾക്കറിയാം. പക്ഷേ കേരളത്തിലെ ആളുകൾ വേണ്ടതുപോലും കാട്ടില്ല. അതിന് പകരം ലോകം മുഴുവൻ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം, ഒരു അതിശയോക്തിപരമായിട്ട് പറയാം. കാരണം വളരെ അധികം പ്രദർശിപ്പിക്കപ്പെട്ട ഒരു സിനിമയാണ്. അത് വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, ഈ കഥാപാത്രം ഞാൻ തന്നെയാണോ എന്ന് സ്വയം വന്ന് അവകാശപ്പെടാറുണ്ട്. അപ്പോ കൃത്യമായ ഒരു മലയാളി കഥാപാത്രം മലയാള പരിസരമാണ് കാണിക്കുന്നത്. അപ്പൊ അതൊരു
യൂണിവേഴ്സലായിട്ട് അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ള സത്യമാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം സത്യസന്ധമായിരിക്കുന്നുവോ അത്രത്തോളം അതിനെ ആളുകൾക്ക് കാഴ്ചക്കാർക്ക് സ്വീകാര്യമായിട്ട് തോന്നും എന്നാണ് എന്റെ പാഠം. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആശയം എന്തിനാണ് ഓടിച്ചെന്നൊരു സിനിമ എടുക്കാൻ തുനിയാത്തത് എന്ന് ചോദിച്ചാല്, ഈ ആശയം കൊണ്ടു നടക്കുമ്പോഴെല്ലാം ഞാൻ സ്വയം ആലോചിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് മറ്റു പല തൊഴിലുകളും മറ്റു പല പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കുന്ന ഒരു ജനതയാണ് എല്ലാവരും. ഓരോ കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ആണ്. അങ്ങനെയുള്ളവർക്ക് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണമെന്ന് തോന്നണം. എന്തിനാണ് ആളുകൾക്ക് ഒന്ന് കാണേണ്ടത്? എന്താണ് ഞാൻ അവരുമായിട്ട് സംവദിക്കാൻ ശ്രമിക്കുന്നത് ഈ സിനിമയിലൂടെ എന്ന്? ഇസ് ഇറ്റ് വർത്ത് വൈൽ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് വന്ന് കാണുമ്പോൾ അവർക്ക് വേണ്ടത് കിട്ടുന്നത് എന്തെങ്കിലും ഞാൻ കാര്യമായിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ, അവരുമായിട്ട് പങ്കിടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ നിരന്തരമായിട്ട് ചോദിക്കും. ആ ചോദ്യത്തില് എന്റെ പ്രതീക്ഷ, ഞാൻ ഓരോ സിനിമ എടുക്കുമ്പോഴും ഈ സിനിമ എല്ലാവരും കാണുന്നു. അങ്ങനെ സംഭവിക്കാറ്, അങ്ങനെയല്ല സംഭവിക്കുന്നു. നമ്മുടെ പ്രതീക്ഷകളെല്ലാം തിരിച്ചുകൊണ്ടാണ് ആളുകൾക്ക്. ഇത് മാത്രമല്ല, എന്നോട് ഒരു വളരെ ബനാറസിന്റെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഓഡിയൻസ് ഡസ് നോട്ട് വാണ്ട് ടു തിങ്ക്. കാഴ്ചക്കാരനെ ആലോചിക്കുന്നത് ഇഷ്ടമല്ല. ഇതൊരു തിയറിയാണ്, വളരെ സത്യമായിട്ടുള്ള തിയറിയാണ്. കാരണം ഏറ്റവും തല്ലിപ്പൊളിയായിട്ടുള്ള പടങ്ങളാണ് ഓടുന്നത്, ഇല്ലേ? അതിനകത്തൊന്നും ആലോചിക്കാനില്ല. അത് നമ്മൾ അതിന് ദുഃഖിക്കാനും ഇല്ല, അധികം സന്തോഷിക്കാനും ഇല്ല, നേരം കൊല്ലാനുള്ള ഏർപ്പാട് മാത്രമാണ്. അതാണ് ഓടുന്നത്. ഓടുന്നത് നിൽക്കാതെ ഓടുകയാണ്. പത്രങ്ങളൊക്കെ വരുന്നതനുസരിച്ചാണ് കോടികൾ സമ്പാദിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ്? തല്ലിക്കൂടി സിനിമ എടുക്കുക, അതുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ. അപ്പൊ എന്നെ പോലുള്ളവര് അങ്ങനെ ഇപ്പൊ ജീവിക്കണ്ട. അങ്ങനെ എനിക്ക് തന്നെ എന്നോട് അപമാനം തോന്നത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തി ഞാൻ സിനിമയിൽ ചെയ്യാൻ പാടില്ല. അത് എന്നോട് ചെയ്യുന്ന വലിയ ക്രൂരകൃത്യമായി. എനിക്ക് അഭിമാനം തോന്നുന്ന, എനിക്ക് സന്തോഷം തോന്നുന്ന കൃത്യങ്ങളെ ഞാൻ ചെയ്യാം. അതാണ് എന്റെ തിയറി. പണം ചിലപ്പോൾ ആളുകൾ വന്നില്ല എന്ന് പറഞ്ഞില്ല. ഭാഗ്യവശാൽ അതുകൂടെ പറയട്ടെ, എന്റെ എല്ലാ പടങ്ങളും അതിന്റെ മുടക്കുമുതലും കുറച്ച് ചെറിയ ലാഭങ്ങളും കൊണ്ടുവന്നു. എന്റെ ഒരു നിർമ്മാതാവിന് ഒരു പൈസ പോലും നഷ്ടമാണ് ഇതുവരെ ഉള്ളത്. ഇനിയിപ്പോ എടുക്കാൻ പോകുന്ന പടത്തിനെ പറ്റി എനിക്ക് പറയാൻ വയ്യ. ഞാൻ ഒരു പ്രൊഡ്യൂസർക്ക് ഞാൻ പിന്നെ പ്രോമിസ് കൊടുത്തിട്ടില്ല, ഈ പടം ഓടും, ഇത്രയും രൂപ നമുക്ക് ഉണ്ടാക്കാം എന്നൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, സാധാരണ ഒരു പ്രൊഡ്യൂസർ വരുമ്പോൾ ഞാൻ അയാളോട് ചോദിക്കുന്ന ചോദ്യം, സാധാരണക്കാരായ പ്രൊഡ്യൂസർ വലിയ മില്യനേഴ്സ് ഒന്നും ആവണമെന്നില്ല, അവരുടെ ആഗ്രഹം കൊണ്ടെടുത്താണ്, നിങ്ങൾക്ക് ഈ പണം മുഴുവനും നഷ്ടപ്പെടാൻ കഴിവുണ്ടോ? കാരണം നിങ്ങൾ ഈ പണം എടുത്തിട്ട് കുത്തുവാള എടുക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. അതിന്റെ ഉത്തരവാദി ആകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മുഴുവൻ തുകയും നഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം എന്നെ കൊണ്ട് സിനിമ എടുപ്പിച്ചാൽ മതി. എനിക്ക് സ്വന്തം നിലയിൽ സിനിമ എടുക്കാനുള്ള പണവും ഇല്ല. നോക്കണേ, എന്റെ അവസ്ഥ നോക്കുക, വളരെ മോശമാക്കുക. എങ്കിലും ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഒരു ചോദ്യം കൂടെയാണ് ഇപ്പൊ അദ്ദേഹം ചോദിക്കുക, അതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. സാറിന്റെ ആദ്യകാല സിനിമകളിൽ, അതായത് ആദ്യം ഇറങ്ങിയ സ്വയംവരം, പിന്നീട് ഇറങ്ങിയ അനന്തരം, സാറിന്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും കൃത്യമായിട്ട് മനസ്സിലേക്ക് അർത്ഥം മനസ്സിലാക്കാത്ത രണ്ട് സിനിമകളായിരുന്നു സ്വയംവരവും അനന്തരവും. പിന്നീട് ഞാൻ അനന്തരത്തെ പറ്റി ഒരു ചർച്ച എറണാകുളത്ത് വെച്ചപ്പോൾ അനന്തരത്തെ പറ്റി ഒരു ചർച്ച വെക്കുകയുണ്ടായി, ആ സിനിമയെ കുറിച്ചൊരു വിശദീകരണവുമായിട്ട്. ഇപ്പൊ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞപ്പോൾ സാറിന് മനസ്സിൽ തോന്നുന്നുണ്ടോ ആ സിനിമ അല്പം കൂടെ പ്രേക്ഷക മനസ്സുകളിലേക്ക് അല്പം കൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കത്തക്കോണം, അത് അല്പം കൂടെ വ്യക്തത വരുന്ന കോണം ചിത്രീകരിക്കാൻ പറ്റും? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാറിന് അങ്ങനത്തെ കാഴ്ചപ്പാട് ഏതൊരു സിനിമയെ കുറിച്ച് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ ഓരോ കാലഘട്ടത്തിലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സിനിമയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു സമയത്തും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിൽ സ്വയംവരം ആദ്യം ഇറങ്ങിയ സമയത്ത് എല്ലാ തിയേറ്ററുകളും വെച്ച് സന്തോഷമായിട്ട് സ്വീകരിച്ചു. കാരണം മധുവും ശാരദയാണ് അതിന്റെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. പിന്നെ തിക്കുറിച്ചുണ്ടായിരുന്നു, വളരെ നല്ല കാസ്റ്റ് ഉണ്ടായിരുന്നു.
പക്ഷേ പടം ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആട് കുറഞ്ഞു തിയേറ്റർ. അപ്പൊ തിയേറ്റർ മാനേജർമാരൊക്കെ വിളിച്ചു പറഞ്ഞു, സാറേ ഒരു 4-5 പാട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഓടേണ്ട പടമായത്. പിന്നെ വേറൊരു വിമർശനം ഉണ്ടായിരുന്നു, സാർ ആ അടൂർ ഭാഷ ഇല്ലാണ്ട് പടം എടുക്കുന്നു. കാരണം അന്ന് അടൂർ ഭാഷ ഇല്ലാതെ പടം എടുക്കത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ആളുകളുടെ പിന്നെ ഇതിനെപ്പറ്റിയുള്ള ധാരണകളെ മുഴുവനും ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ പടം. പക്ഷെ അതേസമയം ഭാഗ്യവശാൽ അത് വളരെ വെറും ഒരു ഭാഗ്യമാണ്. അതിന്റെ കഥയൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ദേശീയ അവാർഡ് വന്നു, നാഷണൽ അവാർഡ് വന്നപ്പോൾ ഈ പടത്തിന് അതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ എല്ലാ പ്രധാനപ്പെട്ട അവാർഡുകളും, ചിത്രത്തിന്, സംവിധായകന്, നടിക്ക്, ഛായാഗ്രാഹകന്, ഇതിനെല്ലാം ഒരു സിനിമയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങൾക്കെല്ലാം അവാർഡ് വരുന്നു. അപ്പം ശരിക്കും പത്രങ്ങളെല്ലാം, അന്ന് പത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അന്ന് നല്ല മുൻ പേജിലെ വെള്ളയ്ക്ക അക്ഷരത്തിൽ ഇതിന്റെ വാർത്ത വന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ശരി നമുക്ക് ഈ പടം ഇതേ തിയേറ്ററിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് ഇട്ടു നോക്കാം. വിശ്വസിക്കത്തില്ല, ഓരോ ഇട്ടു എല്ലാ തിയേറ്ററിലും ഓരോ ഷോയും ഫുള്ളായി. ഒരു 2-2.5 മാസം വീതം അത് കാര്യമായിട്ട് ഓടി. അതിനുള്ള മുടക്കുകളിലും ലാഭവും ഒക്കെ കിട്ടും. അങ്ങനെ ഒരു ചരിത്രമാണ് ആ പടം ഉണ്ടാക്കിയത്. ആദ്യം പറഞ്ഞിട്ട് ആളുകൾക്ക് അതിനു മുമ്പ് അങ്ങനെ ഒരു പടം കണ്ട് ശീലമില്ല. അതുകൊണ്ടാണ് സാധാരണ പടങ്ങൾ കണ്ട് ശീലിക്കുന്നവരെ ആദ്യത്തെ ഫ്രെയിം മുതലേ മറ്റേ പുറകില് പശ്ചാത്തല സംഗീതം ഇങ്ങനെ വരുത്തുന്നുണ്ട്. സന്തോഷമാണെങ്കിൽ സന്തോഷത്തിന്റെ സംഗീതമുണ്ട്, അതിങ്ങനെ വായിക്കും. സങ്കടമാണെങ്കിൽ അത് വായിക്കും. വയലിൻ നീട്ടി പിടിച്ച് വായിക്കും. 10-16 വയലിൻ നിർമ്മിച്ച് വായിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം സങ്കടമാണ്. പടത്തിനകത്ത് കാണുന്ന ദൃശ്യത്തിൽ ചിലപ്പോൾ സങ്കടമൊന്നും കാണത്തില്ല, എന്നാൽ വലിച്ചു വേണം ഉണ്ടാക്കാനായിട്ട്. ഇതാരാ ചെയ്യുന്നത്? ഇങ്ങനെ സംവിധായകരോ അവർക്കൊന്നും യാതൊരു കഴിയുമില്ല. അവിടെ ഇത് പടം കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ കൊടുക്കും, മ്യൂസിക് ഡയറക്ടർ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വലിക്കും. ഈ പടത്തിലൊന്നും നിങ്ങൾ വേറെ ഒരു ശബ്ദവും കേൾക്കത്തില്ല. ഈ നായകനോ നായികയോ വില്ലനോ വില്ലത്തിയോ ഒക്കെ പറയുന്ന ഡയലോഗ് കഴിച്ച് വേറെ ഒരു ശബ്ദവും ഈ പടത്തില്ല. ഇതിന്റെ പുറത്തുകൂടെ എല്ലാം ഈ മൃദംഗമോ അല്ലെങ്കിൽ വയലിനോ ഒക്കെ വായിച്ചു. അങ്ങനെ ശീലിച്ചവർക്ക് സ്വയംവരത്തിന്റെ ആദ്യത്തെ സീക്വൻസ് തന്നെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ബസ് ഓടുന്ന ശബ്ദമുണ്ട്, ആരും സംസാരിക്കില്ല. ഒരു 7-8 മിനിറ്റോളം ഉണ്ട് ആ സീന്. അപ്പൊ ആൾ പറഞ്ഞ് നിങ്ങൾക്കൊന്നും വെട്ടിക്കൂടായിരുന്നു. ആ പടം അത് കാണാനുള്ളതാണ്. നമ്മുടെ നാട്ടുകാർ പഠിച്ചിരിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് കേൾക്കാനുള്ളതാണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് സിനിമ കാണാനും കേൾക്കാനും ഉള്ളതാണ്. കേട്ടതെന്ന് പറഞ്ഞാൽ കണ്ടതെല്ലാം കേൾക്കാനും ആവശ്യമുള്ളത്ര കേട്ടാൽ വേണ്ടാത്ത എല്ലാം പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലെ തമാശകളെല്ലാം കേൾക്കും. ദ്വയാർത്ഥ പ്രയോഗമൊക്കെയായിട്ട് കിടക്കാൻ അങ്ങനെയുള്ള സിനിമയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കൺവെൻഷനെ, ഒരു പതിവിനെ മുഴുവനും എതിർത്തുകൊണ്ടാണ് ഈ സിനിമകൾ ഓരോന്നും വന്നത്. ഓരോ സിനിമയ്ക്കും ഓരോ പുതിയ ചലഞ്ചസ് ആണ്. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, കൊടിയേറ്റെ പോലെ സിനിമ എടുത്തുകൂടായിരുന്നു ചോദിക്കുന്നത്. കൊടിയേറ്റ് ഇറങ്ങിയപ്പോ തിയേറ്ററുകാരും തിയേറ്റർ തരത്തില്ല. കാരണം അതിനകത്ത് നായകന്റെ ഒരു കഷണ്ടിക്കാരനാണ്, 10-40 വയസ്സായ ഒരു കഷണ്ടിക്കാരൻ. ഇയാളെ മോത കണ്ടോണ്ട് ആര് തിയേറ്ററിൽ കയറും എന്നാണ് ചോദിച്ചു. എന്താ സാറേ ഇങ്ങനെ പടം എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവസാനം പറഞ്ഞ വിശ്വസിക്കുകയല്ല, 14 തിയേറ്ററുകൾ, അന്ന് 14 തിയേറ്ററിന്റെ വലിയ റിലീസാണ്. 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനുള്ള തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ആകെ 2 സ്ഥലത്ത്. കോട്ടയത്തെ ഒരു തിയേറ്ററിന്റെ ഇടനാഴിയിലുള്ള ഒരു കൊച്ച് 100-120 സീറ്റുള്ള ഒരു തിയേറ്റർ. ഹരിപ്പാട്ട് ഇപ്പോഴാ തിയേറ്ററിൽ അടച്ചുപോയി. ഹരിപ്പാട്ടുള്ള ഒരു തിയേറ്റർ. ഈ 2 തിയേറ്ററിൽ റിലീസ് ചെയ്യാം. പക്ഷെ റിലീസ് ചെയ്തിട്ട് ഒരു ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഇരട്ടി ആളുകൾ രണ്ടാമത്തെ ഷോയ്ക്ക്, മൂന്നാമത്തെ ഷോ അതിന്റെ ഇരട്ടി. നേരത്തെ തിയേറ്റർ വരത്തില്ല എന്ന് പറഞ്ഞവരെല്ലാം വെള്ളി ശനി ഞായറായപ്പോഴത്തേക്ക് എല്ലാവരും പടം ചോദിച്ചുകൊണ്ട് വിളിക്കും. അടുത്ത ആഴ്ച ഈ പടം കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. കൊടുത്തിട്ട് അത് ഒരു സൂപ്പർ ഹിറ്റാവും. മലയാളത്തിലെ ഇപ്പൊ പറയുമല്ലോ വലിയ ഹിറ്റായ പടം എന്ന് പറയുന്നത് ചരിത്ര ഹിറ്റ്. 145 ദിവസമാണ് കോട്ടയത്തെ ചെറിയ രീതിയിലുള്ള പടം കൂടി. അവിടുത്തെ മാനേജർ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവിനോട് പറഞ്ഞു, നീ ഇവിടെ കാണാൻ ഒരു കല്യാണം കഴിച്ച് ഇവിടെ കാണാൻ താമസിച്ചു. അതങ്ങ് ഓടുകയാണ്. ഒരു സമയം വേറെ ഓടുക. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പാട്ടും ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇല്ല.
ഒരു വയലിനും അത് കേൾക്കുന്നില്ല, ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോലും പശ്ചാത്തല സംഗീതമേ നടത്തില്ല. അതുപോലും ആളുകൾ അറിഞ്ഞില്ല പടം കണ്ടത്. അപ്പൊ അത് നമ്മൾ ഓരോ അനാവശ്യമായ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറകെ പോകുന്നതുകൊണ്ടാണ്. അതെ, എന്തൊരു സ്പീഡ് അത് കേരളം മുഴുവനും പറഞ്ഞ ഒരു പ്രയോഗമായിരുന്നു. നായകനും പിന്നെ നായക കഥാപാത്രവും അയാളുടെ ഭാര്യയും കൂടെ നല്ല വാതിലെ പോവുകയാണ് റോഡില്. അവരുള്ള വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രമൊക്കെ ധരിച്ചതായിട്ടൂടെ പോകുന്നു. അപ്പൊ ഒരു ലോറി നല്ല സ്പീഡിൽ എവിടെ നിന്ന് വിട്ടു. അവിടെ വഴി ഇങ്ങനെ ചെളി കെട്ടി കിടക്കുന്നുണ്ട് റോഡിൽ, കാട്ടുപുറം. അതിങ്ങനെ ദേഹത്തോട് തെറിക്കും ഇയാളുടെ ദേഹത്തേക്ക്. അപ്പൊ അയ്യോ ഇത് മുഴുവനും അഴുക്കായല്ലോ എന്ന് എവിടെ പറയുന്നു. അപ്പൊ അയാൾ പറയുന്നത് പോയി കഴിഞ്ഞപ്പോ ആദ്യമായിട്ടൊക്കെ അവന്റെ എന്തൊരു സ്പീഡുണ്ട് ഈ വണ്ടിയുടെ, അതിന് അപ്രിസിയേഷനാ പറയുന്നത്. അപ്പൊ ഭാര്യ പറഞ്ഞു അയ്യോ എന്തൊരു ഇത് മുഴുവൻ അഴുക്കായല്ലോ, മുഴുവനും ചൊളിയായല്ലോ എന്ന്. അയാൾ പറഞ്ഞു ഇതിപ്പോ കഴിയാന്ന് പോകത്തില്ല. അതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. ഒരു വളരെ സാധാരണക്കാരെ ഒരാൾ പറഞ്ഞ ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞ ഒരു വാക്കാണ്. അത് ആളുകൾ മുഴുവൻ അത് ഏറ്റെടുക്കും. അന്ന് തിയേറ്ററിൽ കാണാത്തൊരു പോലെ ഇപ്പം ഈ ടെലിവിഷനിലൊക്കെ ഈ ഡിജിറ്റൽ ഇതിലുണ്ട്, അത് കാണാൻ. അപ്പോൾ പടമെടുത്ത ആളിന് ഇയാൾ എത്ര പേര് കയറുമെന്ന് നോക്കിയിട്ട് അതിന്റെ സെൻസസ് എടുത്തിട്ട് അവൻ പടമെടുക്കാൻ പറ്റില്ല. ഇത്തർക്കും അറിഞ്ഞുകൂടാ എത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടും, എത്ര പേര് കാണാതിരിക്കും എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടും. ഈ ഓടി കഴിയുമ്പോഴാണ് തിയറിയൊക്കെ പറയുന്നത് ഇന്ന കാരണം കൊണ്ടായി ഓടിയതെന്നോ. അതിനൊക്കെ അറിഞ്ഞുകൂടാ. നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ ചെയ്താൽ മതി. ഇന്ററാക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം അടുത്ത സെഷനുകളുടെ സമയമായതുകൊണ്ട് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു.